ദേശീയപാത 85-ൽ നേര്യമംഗലം വനമേഖലയിൽ കോടതി ഇടപെടലിനെ തുടർന്നുണ്ടായ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് MLA A. രാജ. വനംവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫയൽ ചെയ്ത അഫിഡവിറ്റ് പിൻവലിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയോട് പുതിയ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ സർക്കാർ നിർദ്ദേശം നൽകിയതായും MLA വ്യക്തമാക്കി. ഈ റോഡ് ആവശ്യമാണ് എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നും കേരളത്തിലെമ്പാടുമുള്ള ദേശീയപാതകളുടെ വികസനത്തിനൊപ്പമാണ് സർക്കാർ ഉള്ളതെന്നും MLA പറഞ്ഞു. തടസ്സം മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണികൾ പുനരാരംഭിക്കണം. നിലവിൽ കേസ് കോടതിയിലാണുള്ളത്. കോടതി കേസിൻ്റെ അകത്ത് കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് നേരത്തെ വനംവകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുള്ളത്. ആ അഫിഡവിറ്റ് പിൻവലിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സർക്കാരിന് വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറി അഫിഡവിറ്റ് ഫയൽ ചെയ്യണം എന്ന് DGയോട് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ റോഡ് അത്യാവശ്യമാണ്. അപ്പോൾ മലയോര ജനത ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റോഡ് എന്നുള്ള നിലയ്ക്ക് ഈ റോഡിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഈ റോഡ് വഴി എത്രയും പുനരാരംഭിക്കണമെന്നാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. സർക്കാരിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഈ റോഡ് ആവശ്യമാണ്. ഈ റോഡ് വഴി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. കേരളത്തിലെമ്പാടും നാഷണൽ ഹൈവേ 40 മീറ്റർ 45 മീറ്ററൊക്കെ വീതി കൂട്ടി പണിയുമ്പോൾ നമ്മുടെ അവിടെയും ഒരു റോഡ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകാമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ വാദം ചീഫ് സെക്രട്ടറി കോടതിയിൽ പുതിയ അഭിപ്രായത്തിൽ നിലവിൽ ഉണ്ടായിട്ടുള്ള ഈ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ഈ റോഡ് വഴി ആരംഭിക്കണം എന്ന് തന്നെയാണ്